Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss the balance portion of last session, that is strategies for globalization. So last session we already discussed some strategies, that is export, licensing and franchising, contract manufacturing, and the fourth we discussed management contracting. So today we can discuss the balance portion, that first is fully owned manufacturing facilities. So here the firm which have long-term and substantial interest in the foreign market normally establish fully owned manufacturing facilities there. So thus by establishing their physical presence as a producer, they maintain substantial market standing in the important markets. So here we can say that fully owned manufacturing facility. So the firm which have long-term and substantial interest in the foreign market normally establish fully owned manufacturing facility there. ഇല്ല, അപ്പോൾ നമ്മൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് പറഞ്ഞു, മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിംഗ് പറഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള മാനുഫാക്ചേഴ്സ് ഇല്ല, അവരെന്ത് ചെയ്യണം, ലോങ് ടേം അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഉള്ള ഫോറിൻ മാർക്കറ്റ്സിലാണെങ്കിൽ അവരൊരു ഫുള്ളി ഓൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പം എക്സ്പോർട്ടിങ് കഴിഞ്ഞു, നമ്മൾ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, അങ്ങനെ പല രീതിയിലൂടെ അവർ ഒരു ഫോറിൻ മാർക്കറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഇനി അവർക്ക് ആ ഏരിയ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു ഫുള്ളി ഓൺഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആ രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ദസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ ഫിസിക്കൽ പ്രസൻസ് ആസ് എ പ്രൊഡ്യൂസർ they maintain substantial market standing in the important markets. അപ്പോൾ അങ്ങനെ അവർ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ തന്നെ അവർ പ്രൊഡ്യൂസർ അവിടെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ്സ് എല്ലാം തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഫുള്ളി ഓൺഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. അപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ലോങ് ടേം സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഒരു ഫോറിൻ മാർക്കറ്റിലുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫുള്ളി ഓൺ ഇല്ലേ സ്വന്തമായിട്ട് തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഫെസിലിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ്സുകളെല്ലാം തന്നെ അവർക്ക് സീസ് ചെയ്യാം. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അസംബ്ലി ഓപ്പറേഷൻസ്. So here the establishment of assembly operation represent a cross between exporting and manufacturing abroad. That is, in this method, product meant for foreign market is assembled in the foreign market itself. Sometimes the product which are meant to be marketed domestically are assembled abroad. അപ്പോൾ ഒരു അസംബ്ലി ഓപ്പറേഷൻ, അസംബ്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ പ്രോഡക്ട്സിനെ അസംബിൾ ചെയ്യുന്ന ഒരു സെഷൻ ഇല്ല. അപ്പോൾ അവിടെ ഒരു എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് എബ്രോഡ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണ്, ഒരു പ്രോഡക്റ്റ് ഇസ് മെൻറ്റ് ഫോർ ഫോറിൻ മാർക്കറ്റ് ഇസ് അസംബിൾഡ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ ചില പ്രോഡക്റ്റ്സ് അവർ ഡൊമസ്റ്റിക് മാർക്കറ്റിലായിരിക്കാം വിൽക്കുന്നത്, നാട്ടിൽ വിൽക്കുന്ന സാധനമായിരിക്കാം, പക്ഷേ അതിൻ്റെ അസംബ്ലിങ് യൂണിറ്റ് എവിടെയായിരിക്കും, ഒരു ഫോറിൻ മാർക്കറ്റിലാണ്. അതാണ് ഇൻ ദിസ് മെത്തേഡ് പ്രോഡക്റ്റ് മെൻറ്റ് ഫോർ ഫോറിൻ മാർക്കറ്റ് ഇസ് അസംബിൾ ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഇറ്റ് സെൽഫ്. സംടൈംസ് ഇല്ലേ, ചിലപ്പോൾ ഈ അസംബിൾ ചെയ്ത പ്രോഡക്ട്സ് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ തന്നെ സെല്ല് ചെയ്യും. ചിലപ്പോൾ സംടൈം ദ പ്രോഡക്റ്റ് വിച്ച് ആർ മെൻറ്റ് ടു ബി മാർക്കറ്റഡ് ഡൊമസ്റ്റിക്കലി ആർ അസംബിൾഡ് എബ്രോഡ്. അപ്പം ഫോറിനിൽ അസംബിൾ ചെയ്ത പ്രോഡക്റ്റ് ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡൊമസ്റ്റിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് സെല്ല് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ അസംബ്ലി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. Next is joint ventures. It is a 1 mark question, so be careful in that. So joint venture means that it is a very common method of entering the foreign market. So joint venture is any form of association which implies collaboration for more than a transitory period. So it generally implies sharing of management and ownership in an enterprise. But it can also take the form of licensing agreement contract, manufacturing or a management contract. ഇല്ലേ, അപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേര് വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വെഞ്ചറിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു ഫോറിൻ മാർക്കറ്റിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് joint ventures. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസോസിയേഷൻ വിച്ച് ഇംപ്ലൈസ് കൊളാബറേഷൻ ഓഫ് മോർ ദാൻ
എ ട്രാൻസിറ്ററി പീരീഡ്. അപ്പോൾ അവിടെ 1-2-3 കമ്പനീസ് അല്ലെങ്കിൽ 1-2 കമ്പനീസ് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുന്നു. ഒരു ട്രാൻസിറ്ററി പീരീഡിനപ്പുറം അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര വർഷത്തേക്ക് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ എംപ്ലോയീസ് ഉൾപ്പെടെ ഷെയർ ചെയ്യാം, ചിലപ്പോൾ ഓണർഷിപ്പ് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ടേക്ക് ഇൻ ദ ഫോം ഓഫ് ലൈസൻസിങ് എഗ്രിമെൻറ്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട്. അപ്പോൾ ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ കേസിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ലൈസൻസിങ് എഗ്രിമെൻറ്റ് ഇല്ലേ, ആ ലൈസൻസ് ഉള്ള കമ്പനിയായിട്ട് ചേർന്നുകൊണ്ട് ഇത്ര വർഷത്തേക്ക് ഒരു എഗ്രിമെൻറ്റിലൂടെ അവർ പ്രവർത്തിക്കാം. ചിലപ്പോൾ മാനേജ്മെൻറ്റ് കോൺട്രാക്ട്സ് ആകാം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോൺട്രാക്ട്സ്. അപ്പം 2 കമ്പനീസ് ഒരുമിച്ച് ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറിലൂടെ പ്രവർത്തിക്കുമ്പോൾ പല സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പല കേസ് എഗ്രിമെൻറ്റ്സിലൂടെയാണ് ലൈസൻസിങ്ങിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിലൂടെ അവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് അനദർ മെത്തേഡ് ഓർ എ സ്ട്രാറ്റജി ഓഫ് ഗ്ലോബലൈസേഷൻ. Next is mergers and acquisition. This is an important one. So mergers and acquisition has been a very important market entry strategy as well as an expansion strategy. So in this method, the company take over a company in the foreign company. That is, in this method, the company takes over a company in the foreign company. So sometimes the objective of this method is to obtain access to a new technology or a patent right. So this method has the advantage of reducing the competition. So mergers and acquisition, മെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, 2 കമ്പനി ഒന്നിച്ച് സിംഗിൾ കമ്പനി ആകുന്നതിനാണ് മെർജേഴ്സ് എന്ന് പറയുന്നത്. അക്വയർ ചെയ്യുക, അക്വസിഷൻ എന്ന് പറഞ്ഞാലും ഇല്ലേ, ഒരു കമ്പനി എ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ബി ഉള്ള കമ്പനിയെ കൂടെ അവരുടെ കൂടെ ചേർത്ത് ചിലപ്പോൾ സി എന്ന് പറയുന്നൊരു കോമൺ കമ്പനി ആവുന്നു, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവർ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ എന്ന് പറയുന്നത്. So it is an important market entry as well as an expansion strategy. ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് പറയുന്നൊരു എക്സാമ്പിളാണ് ഐഡിയ വോഡാഫോൺ, VI എന്ന് പറഞ്ഞ് അവർ മെർജ് ചെയ്തു അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു മെർജർ ആൻഡ് അക്വിസിഷന് നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ. So in this method the company take over a company in the foreign company. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഒരു കമ്പനിയെ വേറൊരു കമ്പനി ഏറ്റെടുക്കുന്നു, അതിനെയാണ് നമ്മൾ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. So sometimes the object of this method is to obtain access to a new technology or a patent right. അപ്പം ചില കേസുകളിൽ അവർ ഒന്നിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഒരു പുതിയ ടെക്നോളജി ഹയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പേറ്റന്റ് റൈറ്റ്. ഇപ്പം ഐഡിയ വോഡാഫോൺ ചേർന്നുകൊണ്ട് VI എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്തു അല്ലേ, ഒരു മെർജേഴ്സ് അവിടെ നടന്നു എങ്കിൽ അത് ആ ഒരു അല്ലേ സെക്ടറിൽ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ അല്ലേ വേറൊരു വ്യക്തിയായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ഒത്തുചേർന്നത്. അപ്പോൾ പുതിയൊരു ടെക്നോളജി ആവാം, ചിലപ്പോൾ പേറ്റന്റ് റൈറ്റിന് വേണ്ടിയാകാം. അപ്പോൾ അങ്ങനെ ചില ഓപ്ഷന് വേണ്ടിയിട്ടാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ നടക്കുന്നത്. സോ ദിസ് മെത്തേഡ് ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് റെഡ്യൂസിങ് ദ കോമ്പറ്റീഷൻ. അപ്പം ഒരു കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു ഐഡിയ വോഡാഫോൺ അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ദേ ഹാവ് കോമ്പറ്റീഷൻ ഇൻ സെപ്പറേറ്റ് ഏരിയാസ്. പക്ഷേ ഇവർ രണ്ടുപേരുടെ ഒന്ന് ചേർന്നു, അപ്പോൾ ഒരു കോമ്പറ്റീഷൻ അവിടെ ഒഴുകാവുകയും ഇവരുടെ 2 പേരുടെയും അല്ലേ അഡ്വാൻറ്റേജസ് ഉപയോഗിച്ച് മൂന്നാമതൊരു കോമ്പറ്റീറ്ററെ നമുക്ക് ഈസി ആയിട്ട് പോസ് ചെയ്യാം. അപ്പോൾ അതിനാണ് ശരിക്കും ഒരു മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി ആസ് വെൽ ആസ് ആൻ എക്സ്പാൻഷൻ സ്ട്രാറ്റജി. ഒരു കമ്പനിയെ എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് ഈസി ആയിട്ട് സാധിക്കും. കാരണം മെർജ് ചെയ്യുമ്പോൾ 2 കമ്പനിയുടെ അഡ്വാൻറ്റേജസ്, എംപ്ലോയീസ് ആവട്ടെ ടെക്നോളജി ആവട്ടെ അവരുടെ ബിൽഡിംഗ് അസറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ചേരുമ്പോൾ ഒരു ഹ്യൂജ് ഇല്ലേ 1 എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു സിനർജി ഫീലാണ് ഇല്ലേ, 1+1 3 എന്നൊരു ഫീലാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷനിലൂടെ നടക്കുന്നത്. So in this method the company take over a company in the foreign country. Sometimes the object of this method is to obtain access to new technology or a patent right, and this method has the advantage of reducing the competition. Clear mergers and acquisition. And the next is strategic alliances. So here also in this method the company try to enhance their long-term competitive advantages by forming alliances with competitors existing or potential in a critical area, or instead of competing with each other. So strategic alliances is sometimes used as a market entry or a strategy also. So it has a rapidly increasing particularly in global business. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒന്ന് ചേരുക. അപ്പോൾ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു കൂടിച്ചേരൽ എന്ന് നമുക്ക് പറയാം സ്ട്രാറ്റജിക് അലയൻസിനെ. സോ ദ കമ്പനി ട്രൈ ടു എൻഹാൻസ് ദ ലോങ് ടേം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഒരു കമ്പനിക്ക് ലോങ് ടേം ആയിട്ടുള്ള ചില കോർ കോമ്പറ്റൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ബൈ ഫോമിങ് അലയൻസസ്. അപ്പോൾ തൻ്റെ
പോസിറ്റീവായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും, തൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെയും കൂടി, ഇപ്പോൾ നമ്മൾ VIയുടെ കാര്യം പറഞ്ഞില്ലേ, വോഡാഫോൺ ഐഡിയ, അപ്പം ഇവർ ചെയ്തത് എന്താണ്, ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ തൻ്റെ സ്ട്രാറ്റജിക് അലയൻസിലേക്ക് കൊണ്ടുവന്നു. അപ്പം തനിക്കുണ്ടായിരുന്ന ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ എല്ലാം കോമ്പറ്റീറ്റേഴ്സിനെയും കൂടെ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ അവരെയും കൂടെ നമ്മുടെ കൂടെയൊക്കെ ചേർത്തു. അപ്പം വിത്ത് ദ കോമ്പറ്റീറ്റർ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഏരിയ, അപ്പോൾ ചില ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുമിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാതെ ഒരുമിച്ച് നിന്ന് കോമ്പീറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷനാണ് സ്ട്രാറ്റജിക് അലയൻസസ്. സോ ഇറ്റ് ഇസ് സംടൈം യൂസ് ആസ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. അപ്പോൾ ഇതിനൊരു പുതിയ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി. ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതിയൊരു എൻട്രിയിലേക്ക് ചില ഏരിയയിലേക്ക് കടക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് എന്ത് ചെയ്യും, ഇവരൊന്ന് ചേർന്നാൽ ഒരു പുതിയ എൻട്രി ഈസിയാണ്. ആൻഡ് സോ ഇറ്റ് ഹാസ് ബീൻ റാപ്പിഡ്ലി ഇൻക്രീസിങ് പർട്ടിക്കുലർലി ഇൻ ഗ്ലോബൽ ബിസിനസ്. അപ്പോൾ ഒരു ഗ്ലോബൽ ബിസിനസ്സിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ട്രാറ്റജിക് അലയൻസ് കൂടുതലും കാണുന്നു. കാരണം എന്താണ്, ചില മേഖലകളിലേക്ക് ഒറ്റയ്ക്കൊരു കമ്പനിക്ക് കയറി പോകാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കമ്പനീസ് എന്ത് ചെയ്യും, വേറെ സെയിം കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന കമ്പനിയായിട്ട് ചേർന്ന് ഇവരൊരു കമ്പനിയായിട്ട് ഒരുമിച്ച് ഇത്ര നാളത്തേക്ക് ഒരു കോൺട്രാക്റ്റ് ആവും സ്ട്രാറ്റജിക് അലയൻസസ്. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ആ പുതിയ മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് കടക്കുന്നു. അപ്പം ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പുതിയ ഗ്ലോബൽ മാർക്കറ്റ് സീസ് ചെയ്യാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് കൗണ്ടർ ട്രേഡ്. So it is a form of international trade in which certain import and export transactions are directly linked with each other and in which import of goods are paid for by export of good instead of money payment. അപ്പോൾ ഒരു കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന് പകരം ഒന്ന്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അവരവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഇപ്പം എനിക്ക് എൻ്റെ പ്രോഡക്ട്സിൻ്റെ ലക്ഷ്യം എനിക്ക് സ്ഥിരം ഇമ്പോർട്ടില്ല, എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ വേറൊരു കമ്പനിയായിട്ട് ഞാൻ ടൈപ്പ് ചെയ്താൽ അവർക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പൈസ കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും, എൻ്റെ സാധനം അവർ കയറ്റുന്നതിന് പകരം ഞാൻ അവരുടെ നിന്ന് അവരുടെ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ മണി എക്സ്ചേഞ്ചിന് പകരം എന്താണ്, ഇവിടുന്ന് ഞാനൊരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആവശ്യമായ ഒരു സാധനം അവരിങ്ങോട്ടും തരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ വിച്ച് certain import and export transactions are directly linked with each other and which import of goods are paid by export. ഇല്ലേ, അപ്പോൾ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരു റോ മെറ്റീരിയൽ ഞാൻ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെനിക്ക് അയച്ചു തരും, പകരം അവർ പറയുന്നത് എന്താണ്, എൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു മണി പേയ്മെൻറ്റിന് പകരം ഗുഡ്സാണ് നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ ദറ്റ് കൗണ്ടർ ട്രേഡ് ക്യാൻ ടേക്ക് ദ ഫോം ഓഫ് ബാട്ട. അല്ലേ, അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു സിസ്റ്റം ബാട്ട സിസ്റ്റം എന്ന് പറയുന്ന പോലെ അല്ലേ, ബൈബാക്ക് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഡീൽ, കൗണ്ടർ പർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പം ഒന്നിന് പകരം ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുക. സോ അതാണ് കൗണ്ടർ ട്രേഡ്. ക്ലിയർ വിത്ത് ദി പോയിന്റ്? സോ ടുഡേ വി ഡിസ്കസ് ബാലൻസ് പോർഷൻ ഓഫ് സ്ട്രാറ്റജീസ് ടു ഗ്ലോബലൈസേഷൻ. സോ we discussed today fully owned manufacturing facilities, assembly operations, joint ventures, mergers and acquisition, strategic alliances and the counter trade. And so this is a strategies for globalization. For last session also we discussed some strategies, that is exports, licensing and franchising, contract manufacturing and the management contracting, and these are the 10 strategies for globalization. And so all the above strategies have their own advantages and disadvantages. So a company can choose the appropriate strategy depending upon the nature of product. അപ്പോൾ നമ്മളിപ്പം 10 രീതിയിലുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞു. ഒരു കമ്പനി ഗ്ലോബൽ ലെവലിലേക്ക് പോകണമെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ക്യാൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് വേണമെങ്കിലും they can sell the product as well as the nature of market. So one strategy which may be suitable for one market may be not suitable for the another market with different business environment. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ ഞാനെന്ന് പറയുന്നൊരു കമ്പനി അല്ലേ, ഒരു കൺട്രിയിലേക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എക്സ്പോർട്ട് ആവാം അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ് ആകാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സെയിം പ്രോഡക്റ്റ് തന്നെ വേറൊരു കൺട്രിയിൽ വിൽക്കണമെങ്കിൽ ഞാൻ ചിലപ്പം കൗണ്ടർ ട്രേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൺ സ്ട്രാറ്റജി വിച്ച് മേ ബി സ്യൂട്ടബിൾ ഫോർ വൺ മാർക്കറ്റ് മേ നോട്ട് ബി suitable for another market with different business environment.
And so the company may also thus adopt different strategies for different market for the same product. അപ്പോൾ ഒരേ പ്രോഡക്ട്സ് വിൽക്കുന്ന കമ്പനി പല രാജ്യത്തും പല സ്ട്രാറ്റജീസിലൂടെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ സോപ്പാണ് വിൽക്കുന്നതെങ്കിൽ ഞാൻ എ എന്ന് പറയുന്ന കൺട്രിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിങ് പോളിസി ആണെങ്കിൽ സി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ കൗണ്ടർ ട്രേഡ് ആവാം. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഞാൻ അടുത്ത ബി എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഞാൻ അസംബ്ലി ഓപ്പറേഷൻ ആവാം. പല സ്ട്രാറ്റജീസ് സെയിം പ്രോഡക്ട്സ് നമ്മൾ പല രാജ്യത്ത് ഉപയോഗിക്കാറുണ്ട്. സോ ദീസ് ഓൾ സ്ട്രാറ്റജീസ് ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം സ്യൂട്ടബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രാറ്റജി ചൂസ് ചെയ്യേണ്ടത്. So clear with the portion. I hope you all understood the strategies for globalization. So this is the end of today's session. Prepare well, study well. Thank you.